എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സബ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സബ്ട്രാക്ഷന്റെ ഡെഫിനിഷനും ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ സബ്ട്രാക്ഷനുമാണ്. ഇന്ന് നമുക്ക് സബ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്കിന്ന് പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ പഠിക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓർഡർ പ്രോപ്പർട്ടിയാണ്. അതിന്റെ മറ്റൊരു പേരാണ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. നമ്മൾ അഡീഷന്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ ഇത് സെയിം നമ്മൾ പഠിച്ചതാണ്. പ്രീവിയസ് ക്ലാസ് കണ്ടിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ഒരു കമ്പാരിസൺ പഠിക്കാം. അപ്പം സബ്ട്രാക്ഷന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓർഡർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് യു ചേഞ്ച് ദ ഓർഡർ ഓഫ് two numbers, the difference is not the same. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ രണ്ട് നമ്പറിനെ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാൻ എടുത്തു. അപ്പൊ നമുക്ക് അഡീഷന്റെ കേസിൽ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യാം. എങ്ങനെ മാറ്റി എഴുതി നമ്മൾ ചെയ്താലും നമുക്ക് കിട്ടുന്ന സം സെയിം ആയിരിക്കും. പക്ഷേ സബ്ട്രാക്ഷന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കില്ല എന്നാണ് കമ്മ്യൂട്ടേറ്റീവ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടി എന്ന് പറയാം. ഇഫ് യു ചേഞ്ച് ദ ഓർഡർ ഓഫ് 2 numbers, രണ്ട് നമ്പറിന്റെ ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ദ ഡിഫറൻസ് ഈസ് നോട്ട് ദ സെയിം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് നമ്പറിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ആൻസർ അല്ല ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും സെയിം ആയിരിക്കില്ല. അതാണ് ഓർഡർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 9 - 5 രണ്ട് നമ്പർ ആണല്ലോ. 9ൽ നിന്നും നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത് 5 ആണ്. നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അതേസമയം ഇതിന്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്താൽ എങ്ങനെയിരിക്കും? 5 - 9 എന്നാകും. നമുക്കറിയാം 5 - 9 എന്ന് പറയുന്നത് സബ്ട്രാക്ഷനേ പോസിബിൾ അല്ല. അപ്പം നമുക്ക് സബ്ട്രാക്ഷന്റെ കേസിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യുക. രണ്ട് നമ്പറിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് ഒരിക്കലും സെയിം ആയിരിക്കില്ല. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി നമുക്ക് വിളിക്കാം സീറോ പ്രോപ്പർട്ടി. സീറോ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഇഫ് വി സബ്ട്രാക്ട് 0 ഫ്രം എനി നമ്പർ ദ റിസൾട്ട് ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് വി സബ്ട്രാക്ട് 0 ഫ്രം എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്നും നമ്മൾ 0 ആണ് സബ്ട്രാക്ഷൻ ചെയ്യാൻ പോകുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പർ തന്നെ ആയിരിക്കും. നമ്പർ എന്ന് പറയുമ്പോൾ 0 അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് നമ്പറിൽ നിന്നാണോ 0 സബ്ട്രാക്ഷൻ ചെയ്യാൻ പോകുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പ്രോപ്പർട്ടി എന്ന് പറയുക? സീറോ പ്രോപ്പർട്ടി. എന്താണ് സീറോ പ്രോപ്പർട്ടി? ഇഫ് വി സബ്ട്രാക്ട് 0 ഫ്രം എനി നമ്പർ, നമ്മൾ 0യെ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ദ റിസൾട്ട് അല്ലെങ്കിൽ ദ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ നമ്പർ ഇറ്റ്സെൽഫ്. നമ്മൾ ആ നമ്പർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കി. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കറിയാം 0 എന്ന് പറഞ്ഞാൽ നത്തിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 5 ഫിംഗേഴ്സ് എടുത്തു, 5 എടുത്തു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്യേണ്ടത് 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കളയാനില്ലല്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര തന്നെ ഉണ്ട്? 5 തന്നെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. 5 ചോക്ലേറ്റ് നമ്മൾ ആർക്കും കൊടുത്തില്ല, 0 ആണ്. ആർക്കും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര തന്നെ ഉണ്ട്? നമ്മുടെ കയ്യിൽ ഇപ്പോഴും 5 ചോക്ലേറ്റ് തന്നെയുണ്ട്. അപ്പൊ ആ 5 എന്നുള്ള നമ്പർ തന്നെയാണ് നമ്മുടെ റിസൾട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് നോക്കിയേ, 12 - 0 ഇല്ലേ. നോക്കിയേ, 1st പ്ലേസ് നോക്കിയേ, 2ഉം 0 ആണ്. 2 ഫിംഗേഴ്സ് എടുക്കണം. നമുക്ക് എത്ര ഫിംഗേഴ്സ് എടുക്കണം? 2 ഫിംഗേഴ്സ് എടുക്കണം. നമുക്ക് കട്ട് ചെയ്യേണ്ടത് എന്താണ്? 0. 0 എന്ന് പറഞ്ഞാൽ ഒന്നും കട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പോഴും നമ്മുടെ കയ്യിൽ എത്ര തന്നെ ഉണ്ട്? 2 തന്നെയുണ്ട്. കണ്ടോ? അപ്പം 2ൽ നിന്ന് 0 പോകുമ്പോൾ 2 ആണ് വരുന്നത്. ദെൻ 1 നമ്മൾ അതേപോലെ കാത്തിറക്കും. അപ്പൊ നമുക്ക് കിട്ടിയത് കണ്ടോ? നമ്മുടെ ആ നമ്പർ തന്നെയാണ് നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടിയത്? ആൻസർ ആയിട്ട് വന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീറോ പ്രോപ്പർട്ടി. ഇവിടെ നോക്കൂ, 132 - 0. ഇവിടെ നോക്കൂ, ആദ്യം 2 ആണ്. 2ൽ നിന്ന് നമുക്ക് എത്രയാണ് പോവേണ്ടത്? 0. 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും എടുത്ത് കളയാനില്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതി? 2 എഴുതി.
3 അതേപോലെ എഴുതി, 1 അതേപോലെ എഴുതി. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? നമ്മള് 0 എന്ന് പറയുന്ന നമ്പറിനെ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? അതേ നമ്പർ തന്നെ ആയിരിക്കും. അതാണ് സീറോ പ്രോപ്പർട്ടി. ഇവിടെ നോക്കി 2321 മൈനസ് 0. നോക്കൂ, 1ൽ നിന്നും 0 പോവാന്ന് പറഞ്ഞാൽ 1ൽ നിന്നും ഒന്നും തന്നെ പോകാനില്ല. അപ്പൊ 1 അങ്ങനെ എഴുതി, 2 അതേപോലെ എഴുതി, 3 അതേപോലെ എഴുതി, 2 അതേപോലെ തന്നെ എഴുതി. കണ്ടോ? അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ദ നമ്പർ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീറോ പ്രോപ്പർട്ടി. അപ്പൊ സീറോ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് വി സബ്ട്രാക്ട് 0 ഫ്രം എനി നമ്പർ ദ റിസൾട്ട് ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. നമ്മൾ 0യെ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആ നമ്പർ തന്നെ ആയിരിക്കും. അതാണ് നമ്മളിവിടെ എക്സാമ്പിളിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സബ്ട്രാക്ടിങ് ബൈ എ നമ്പർ ഇറ്റ്സെൽഫ്. എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇഫ് വി സബ്ട്രാക്ട് എ നമ്പർ ഫ്രം ഇറ്റ്സെൽഫ് ദ ഡിഫറൻസ് ഈസ് ഓൾവേസ് 0. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു നമ്പറിനെ സബ്ട്രാക്ഷൻ വേണ്ടിയിട്ട് എടുക്കുക, അതിൽ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്ത് കളയുന്നതും അതേ നമ്പർ തന്നെയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 5 ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ ഈ 5 ചോക്ലേറ്റും നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു. 5 ചോക്ലേറ്റ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. 5 നമ്മൾ എന്ത് ചെയ്തു? വേറൊരാൾക്ക് കൊടുത്തു. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ് ഉണ്ട്? ഒന്നും തന്നെ ഇല്ല, 0 ആണ് അല്ലെ? അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നോക്കിയേ, സബ്ട്രാക്ടിങ് ബൈ എ നമ്പർ ഇറ്റ്സെൽഫ്. ഇഫ് വി സബ്ട്രാക്ട് എ നമ്പർ ഫ്രം ഇറ്റ്സെൽഫ്, നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാൻ എടുക്കുന്ന നമ്പരും അതിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യാൻ എടുക്കുന്ന നമ്പരും സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എല്ലായ്പ്പോഴും ഓൾവേസ് എല്ലായ്പ്പോഴും നമുക്ക് എന്ത് തന്നെ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ? 0 മാത്രമേ കിട്ടുള്ളൂ. ഉദാഹരണത്തിന് നോക്കിയേ, ഇപ്പൊ നമുക്ക് 5 ആണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത്. 5 എന്ന് പറയുന്ന നമ്പർ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നത് ഏത് നമ്പർ തന്നെയാണ്? 5. അപ്പൊ 5 ഫിംഗേഴ്സ് എടുത്തു, 5 കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? 0 മാത്രമേ ഉള്ളൂ. ഇവിടെ 36 മൈനസ് 36 കണ്ടോ? 6 മൈനസ് 6 0, 3 മൈനസ് 3 0. കണ്ടോ? 246 മൈനസ് 246 നമുക്ക് എന്ത് കിട്ടും? 0 ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ? ഇഫ് യു സബ്ട്രാക്ട് എ നമ്പർ ഫ്രം ഇറ്റ്സെൽഫ്, നമ്മൾ എടുക്കുന്ന രണ്ട് നമ്പറും സെയിം ആണ്. സബ്ട്രാക്ഷൻ ചെയ്യാൻ എടുക്കുന്ന നമ്പരും ഡിഡക്ട് ചെയ്യാൻ എടുക്കുന്ന നമ്പരും സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് സബ്ട്രാക്ടിങ് ബൈ എ നമ്പർ ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പം കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ എടുക്കുന്ന കാര്യം തന്നെ ഓർത്താൽ മതി. ഇപ്പൊ നമ്മൾ 5 ചോക്ലേറ്റ് എടുത്തു, നമ്മുടെ കയ്യിലുണ്ട്, 5 നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു. അപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അതാണ് ഏത് പ്രോപ്പർട്ടി? സബ്ട്രാക്ടിങ് ബൈ എ നമ്പർ ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻഡ് ദ ഫോർത്ത് പ്രോപ്പർട്ടി നോക്കാം. സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. നമ്മൾ അഡീഷനും ഇതേപോലെ നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അഡീഷന്റെ കേസിൽ അസോസിയേറ്റീവ് ആണ്, പക്ഷെ സബ്ട്രാക്ഷന്റെ കേസിൽ നോട്ട് അസോസിയേറ്റീവ് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നോട്ട് അസോസിയേറ്റീവ്. അപ്പൊ ഇതെന്താണെന്ന് നോക്കാം. ഇഫ് വി ഗ്രൂപ്പ് 3 or more numbers, നമ്മൾ നോക്കൂ, 3 അതിലധികമോ നമ്പേഴ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ the result changes depending on how we group them. എന്നോട് പറയാം, if we group 3 or more numbers the result changes depending on how we group them. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവിടെ എക്സാമ്പിൾ നോക്കണം, എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നമ്മൾ 3 നമ്പേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 8, 3 and 1. നമ്മൾ 3 നമ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ അതിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ നമ്പറിനെയാണ്? 8ഉം 3ഉം ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ 1 സബ്ട്രാക്ഷൻ ചെയ്തു. അപ്പൊ നമുക്കറിയാം 8ൽ നിന്നും 3 പോകുമ്പോഴത്തേക്ക് നോക്കൂ, 8ൽ നിന്ന് 3 പോകുമ്പോഴത്തേക്ക് എത്രയാണ് ഇവിടെ കിട്ടുന്നത്? 5 ആണല്ലോ. 5ൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? 5 മൈനസ് 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിംഗ് ശ്രദ്ധിച്ചോണം. നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ വ്യത്യാസപ്പെടും. അതാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ 8, 3, 1 3 നമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 8, 3 and 1. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്തത് 8ഉം 3ഉം കൂടിയാണ്. ഗ്രൂപ്പ് ചെയ്ത് കിട്ടിയ ആൻസർ 5 ആണ്. 8 മൈനസ് 3 എന്ന് പറയുന്നത് 5 ആണ്. അതിൽ നമ്മൾ 1 സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഇതേ സെയിം നമ്പർ തന്നെ നമ്മൾ വേറൊരു രീതിയിൽ ഇവിടെ ഗ്രൂപ്പ് ചെയ്തു. നോക്കൂ, ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന നമ്പർ ഏതാണ്?
3യും 1ഉമാണ് ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 8 മൈനസ് 3 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 8 മൈനസ് 2 എന്ന് പറയുന്നത് ഏതായിരിക്കും ആൻസർ? 6 ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഒരേ നമ്പേഴ്സ് തന്നെയാണ് നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്ത അതേ നമ്പേഴ്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ എടുത്തതാണ് 8, 3 and 1. ഇവിടെ 8, 3 and 1 സെയിം നമ്പേഴ്സ് ആണ് എടുത്തത്. പക്ഷെ ഡിഫറൻസ് എന്താണ്? നമ്മൾ ഗ്രൂപ്പ് ചെയ്ത രീതി വ്യത്യാസപ്പെടുത്തി. ഇവിടെ ഗ്രൂപ്പ് ചെയ്ത നമ്പേഴ്സ് തമ്മിലല്ല ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ നമുക്ക് കിട്ടിയത് 4 ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയത് 6 ആണ്. അതാണ് അസോസിയേറ്റീവ് നോട്ട് അസോസിയേറ്റീവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് സബ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ ക്ലാസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ ബാക്കി പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.